ആർട്ടറി ഡിസീസ്, അതായത് ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുന്നത് മൂലമുള്ള ഹൃദ്രോഗത്തിനായി പ്രധാനമായും 3 തരം ചികിത്സകളാണ് മോഡേൺ മെഡിസിനിൽ ഉള്ളത്. 1 മരുന്നുകൾ, 2 ആൻജിയോപ്ലാസ്റ്റി, 3 ബൈപ്പാസ് സർജറി. മരുന്ന് കഴിച്ചാലും സ്റ്റെന്റ് ഇട്ടാലും ബൈപ്പാസ് ചെയ്താലും വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനും ഹൃദയസ്തംഭനം മൂലമുള്ള മരണത്തിനും ഉള്ള സാധ്യത ഒരേപോലെയാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ കഴിഞ്ഞാലും മരുന്നുകൾ ജീവിതകാലം മുഴുവൻ തുടരണം. അങ്ങനെയെങ്കിൽ എന്തിനാണ് സ്റ്റെന്റ് ഇടുന്നതും ബൈപ്പാസ് സർജറി ചെയ്യുന്നതും? പലതരം അപകട സാധ്യതകൾ ഉള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാവുന്ന ഇത്തരം ഓപ്പറേഷനുകൾ ഒഴിവാക്കിക്കൂടെ? ഹൃദയ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയാനും ബ്ലോക്കുകൾ ഉണ്ടാകാനും കാരണം ജീവിതശൈലിയിലെ അപാകതകളും പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും അമിതവണ്ണവും രക്തത്തിലെ അമിത കൊഴുപ്പും പോലുള്ള ജീവിതശൈലി രോഗങ്ങളാണെന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രഷറും പ്രമേഹവും രക്തത്തിലെ അമിത കൊഴുപ്പും കൊളസ്ട്രോളും മാറ്റി ഹൃദ്രോഗത്തിനായും പ്രമേഹത്തിനായും ഒക്കെ കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും മോചനം നേടാനും ആൻജിയോഗ്രാഫിയും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് ഓപ്പറേഷനും പേസ് മേക്കർ ഇംപ്ലാന്റും ഒക്കെ എങ്ങനെ ഒഴിവാക്കാനാകുമെന്ന് നോക്കാം. ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി രോഗത്തിന്റെ കാരണങ്ങളെയും നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഹാർട്ടിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ബ്ലോക്കിനെ കുറിച്ചും അതിന്റെ ചികിത്സയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഹാർട്ട് അതിന്റെ രക്ത ഓട്ടം എങ്ങനെയാണ്, അതിന്റെ രക്തക്കുഴലുകൾ എങ്ങനെയാണെന്നുള്ളത് അറിയണം. നമുക്കെല്ലാം അറിയാം, ഹാർട്ടാണ് ഒരു മസ്കുലർ ഓർഗനാണ്. അത് പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പമ്പ് പോലെ വർക്ക് ചെയ്ത് നമ്മുടെ ഹോൾ ബോഡിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഏകദേശം ഒരു 60,000 മൈൽസ് ആണ് അതിന്റെ ലെങ്ത്. അതായത് വെയിനും ആർട്ടറിയും കൂടെ കൂടുമ്പം ശുദ്ധരക്തം കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതുമായിട്ടുള്ള രക്തക്കൊള്ളുകളെല്ലാം കൂടെ കൂടിയാൽ 60,000 മൈലുണ്ടെന്നാണ്. നമ്മൾ കിലോമീറ്റർ പറയുന്ന അനുസരിച്ചാണ് നമുക്കെല്ലാം കിലോമീറ്റർ എന്ന് അറിയാവുന്നത്. ഏകദേശം 1,00,000 കിലോമീറ്റർ വരും. അപ്പൊ അതില് ഒരു ഹാർട്ടിന് മാത്രം കൊടുക്കുന്ന, ഹാർട്ടിലേക്ക് രക്ത ഓട്ടം കൊടുക്കുന്ന ആർട്ടറിക്കാണ് ഇതിന് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അത് റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. റൈറ്റ് ഹാർട്ട്, അതായത് റൈറ്റ് ആർട്ടറി 4 ചേമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ റൈറ്റിലെ 2 ലെഫ്റ്റിലെ 2. റൈറ്റിലെ 2 പമ്പ് റൈറ്റ് ഹാർട്ട് പമ്പ് ചെയ്യുന്നത് നമുക്ക് ശ്വാസകോശത്തിലേക്കാണ്. ലെഫ്റ്റ് ഹാർട്ട് അല്ലെ ലെഫ്റ്റ് ചേമ്പറിൽ നിന്നാണ്, വെൻട്രിക്കിളിൽ നിന്നാണ് നമ്മുടെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യുന്നത്. ആദ്യം പമ്പ് ചെയ്ത് ലങ്സിൽ ചെന്ന് അവിടെ നിന്ന് ഓക്സിജനേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ ഹോൾ ബോഡിക്ക് സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ അങ്ങനെ നമുക്ക് മസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നെർവ്സ് വേണം. ആക്ച്വലി ഹാർട്ടിന് തന്നെയായിട്ടൊരു ചെറിയ ബ്രെയിൻ തന്നെ ഉണ്ടെന്നാണ്, ഒരു നെർവസ് സിസ്റ്റം തന്നെ ഹാർട്ടിനകത്തുണ്ട്. ബിക്കോസ് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്തില്ലെങ്കിൽ ബ്ലഡ് ബ്രെയിനിനും കിട്ടേണ്ടതാണ്. അപ്പം ബ്രെയിനിനെ ജസ്റ്റ് ഈ ഹാർട്ടിന് വേണ്ടിയിട്ട് മാത്രം ഒരു അതിൽ തന്നെ ഒരു കാർഡിയാക് സ്കെലിറ്റൻ എന്ന് പറയും, ഒരു പ്രത്യേകതരം ടിഷ്യൂ. ശരിക്കും കൊളാജൻ കൊളാജൻ ടിഷ്യൂ ആണ്. അതിൽ കവേർഡ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. അവിടെ പേസ് മേക്കർ ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഓരോ ചേമ്പേഴ്സിലേക്കും മസിലിലേക്കും പോരുന്ന മസിലുണ്ട്, നെർവ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ബണ്ടിൽ ബ്രാഞ്ച്, പലരും കേട്ടിട്ടുണ്ടാവും, ഈ ഹാർട്ട് ബീറ്റ് കുറയുന്നു, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്നൊക്കെയുള്ള ഡയഗ്നോസ് വരുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ പേസ് മേക്കർ ഒക്കെ വെക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് പേസ് മേക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വെക്കുന്നത് നമ്മൾ പേസ് മേക്കർ എന്ന് പറയും. അതിന് നമുക്ക് ഹാർട്ടിനകത്ത് തന്നെ ഉള്ളത് സൈനസ് നോഡ്, AV നോഡ് എന്നൊക്കെ പറയും. അവിടെ നിന്നാണ് ഈ ഇമ്പൾസസ്, അതായത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി തുടങ്ങി നെർവ്സിൽ കൂടെ വന്ന് അതിനെ ആ നെർവ്സിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആ നെർവ്സിൽ കൂടെ പോകുന്നതിനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ECG എന്ന് പറയുന്നത്. അപ്പൊ ECG നമ്മൾ അതിന്റെ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എങ്ങനെ നടക്കുന്നു അതനുസരിച്ച് നമ്മുടെ ECGയിൽ ചേഞ്ചസ് വരും. അത് വെച്ചാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ അതൊക്കെ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഹാർട്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ നെക്സ്റ്റ് അതിന്റെ റൂട്ട് കോസ്, എന്തുകൊണ്ടാണ് അത് വരുന്നത്, അതാണല്ലോ. അത് എന്തുകൊണ്ട് വരുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിന് എങ്ങനെ മോചനം നേടണമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ റൂട്ട് കോസ് എന്ന് പറയുന്നത് രക്തക്കുഴലിൽ കൊഴുപ്പടിയുന്നതാണ് ഈ അവിടെ ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം.
അതിന് നമ്മൾ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്ന ആർട്ടറോസ്ക്ലിറോസിസ് എന്ന് പറയും. അതിൽ തന്നെ ഈ കൊഴുപ്പടിഞ്ഞ ഒരു ബ്ലോക്ക് പോലെ ഒരു കുന്നു രക്തക്കൊഴലിൽ കൂടി ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഒരു കുണ്ടും കുഴി വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മല പോലെ ഈ കൊഴുപ്പ് അവിടെ അടിഞ്ഞ് ഒരു മലയുണ്ടാവും. അപ്പൊ നാച്ചുറലി അതിനോട് വെള്ളം നമ്മുടെ രക്തത്തിന് ഒഴുകാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന മല പോലെ ഉള്ളിലേക്ക് ഇത് വരുന്നതിനെയാണ് നമ്മൾ ആത്രോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അത് കാരണം യൂഷ്വലി ഈ കൊഴുപ്പ് എക്സസ് അടിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മളുടെ ബോഡിയിൽ കൊഴുപ്പ് വന്ന് മിക്കവാറും ഇത് വരുന്നത് ഒന്ന് ഓവർ വെയിറ്റ് ഉള്ളവർ. ഓവർ വെയിറ്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കുടവയറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ എക്സസ് ബോഡിയിൽ കൊഴുപ്പ് ആവശ്യത്തിൽ കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആദ്യം കൊഴുപ്പടി മേത്ത് കൂടുതൽ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിൽ കൂടുതൽ കാണാൻ തുടങ്ങും. അതാണ് ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കൂടുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നതിന് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അത് നമുക്ക് ബോഡിക്ക് ഇതിന് വേണ്ടതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കൊഴുപ്പൊക്കെ അങ്ങനെ അവിടെ കെട്ടി നിൽക്കുന്ന പോലെ വരും. അപ്പൊ അത് അങ്ങനെ വരുമ്പം പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ, പിന്നെ ഷുഗർ കൂടാൻ തുടങ്ങും. ആദ്യം കൊഴുപ്പ് കൂടാൻ തുടങ്ങും, പിന്നെ ഷുഗർ കൂടാൻ തുടങ്ങും, അപ്പൊ ഡയബറ്റീസ് ആകും. അപ്പൊ ഈ കൊഴുപ്പെല്ലാം അടിഞ്ഞ് രക്തക്കൊഴലുകൾക്ക് ഈ കൊഴുപ്പടിഞ്ഞതും പിന്നെ ഈ ഗ്ലൂക്കോസ് ആണെങ്കിലും ഈ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ രക്തക്കൊഴലുകൾക്ക് ഇൻഫ്ലമേഷൻ വരും. പിന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് വരാൻ തുടങ്ങും. അതാണ് ശരിക്കും പ്രഷറിലേക്ക് പോകുന്നത്. പിന്നെ ഈ ഷുഗർ കൂടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കി ഹൈപ്പർ ഇൻസുലിനിയ വരും. ഈ ഹൈപ്പർ ഇൻസുലിനിയയും അതായത് ഇൻസുലിൻ്റെ അളവ് കൂടും. ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ അതും പ്രഷർ കൂട്ടും. അപ്പൊ പ്രഷർ കൂടുമ്പോൾ ഹാർട്ടിന് വർക്ക് ലോഡ് കൂടും. പ്രഷർ കൂടുമ്പം ഈ നമ്മുടെ കനാല് പോലെയാണല്ലോ രക്തക്കൊഴലുകളെല്ലാം, ആ കനാലിനകത്ത് ഒരു കവറിങ് ആയിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാലോ വലിയ ശക്തിയിൽ നമ്മൾ ഒരു വെള്ളം ചിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭിത്തിയിലൊക്കെ പെയിന്റ് അടിച്ചിരിക്കുന്നതാണ്, ആ പെയിന്റ് പോകുകയല്ലേ, പെയിന്റ് ഇളകി പോകുമല്ലോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രഷറിൽ ബ്ലഡ് ഇതിനകത്തോട് പോകുമ്പം ഈ രക്തക്കൊഴലിനെ കവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള ലൈനിങ് ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ പെയിന്റ് അടിച്ചിരിക്കുന്ന പോലെ ഉള്ളിൽ ഒരു ലൈനിങ് പോലെ പോകുന്ന എൻഡോത്തീലിയൽ സെൽ എന്ന് പറയും. അതിനൊക്കെ ഡാമേജ് വരും. അങ്ങനെ വരുമ്പോഴേക്കും അതിനകത്ത് നമ്മളൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് വന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തേക്ക് കൊഴുപ്പടിയാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് കൂടി കൂടി വന്ന് കൊഴുപ്പിൽ അടിഞ്ഞു വന്നു കഴിയുമ്പോഴേക്കാണ് നമ്മൾ ഈ ഹാർട്ട് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ സിംറ്റംസ്, അതായത് ഹാർട്ട് ഡിസീസിന്റെ, അതായത് ഈ രക്തക്കൊഴലുകളിൽ കൊറോണറി ആർട്ടറി ഡിസീസിൽ ഹാർട്ടിന്റെ രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിഞ്ഞു വരുന്നതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ എന്തെങ്കിലും മിക്കവാറും തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇപ്പം കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി ചെല്ലുമ്പോഴേക്കും കിതയ്ക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇച്ചിരി നന്നായിട്ടൊന്ന് സ്പീഡിൽ നടക്കുക, അല്ലെങ്കിൽ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴോ ഒക്കെ കിതപ്പ് വരാൻ തുടങ്ങും. ഇത് തന്നെ പതുക്കെ കൂടി കൂടി ആദ്യം കുറച്ച് ഒരു 3-4 ഫ്ലോറൊക്കെ കയറുമ്പോഴായിരിക്കും, പിന്നെ 4 ഫ്ലോറാണ്, പിന്നെ 3 ഫ്ലോർ കയറുമ്പോൾ, പിന്നെ 2 ഫ്ലോർ കയറുമ്പോൾ, പിന്നെ 1 ഫ്ലോർ കയറിയാൽ തന്നെ കിതയ്ക്കാൻ തുടങ്ങും. അത് ഈ കൂടി കൂടി, അതായത് ഈ രക്തക്കൊഴലിൽ കൂടെ ബ്ലഡിന്റെ ഫ്ലോ കുറഞ്ഞു കുറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മളുടെ എക്സസൈസ് ടോളറൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി കുറഞ്ഞു തന്നെ വരും. കാരണം ഹാർട്ട് വേണമല്ലോ എല്ലാവർക്കും പമ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഹാർട്ടിനെ കൊണ്ട് പറ്റുന്നില്ല, ഹാർട്ടിന് ബ്ലഡ് ആവശ്യത്തിന് കിട്ടിയാലേ ഹാർട്ടിന്റെ മസിലിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ വരുമ്പോഴേക്കും ആദ്യം കിതപ്പായിരിക്കും തോന്നുന്നത്, പിന്നെ നെഞ്ച് വേദന വരാൻ തുടങ്ങും. അപ്പം ഈ ചിലർക്ക് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ മാത്രമേ വരുന്നുള്ളെങ്കിൽ അതിന് സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയും. നെക്സ്റ്റ് ഈ ഒരു അൺസ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ പോലും വേദന വരും. അതിനാണ് അൺസ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയുന്നത്. നെക്സ്റ്റ് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ രക്തയോട്ടത്തിന് പെട്ടെന്ന് വരുന്ന തടസ്സമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും നല്ല വേദനയായിട്ട് വരും. മറ്റേത് ഈ അഞ്ചൈന എന്ന് പറയുമ്പോൾ ആ ജോലി ചെയ്യുമ്പം വേദന വരും. അത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഈ നൈട്രോഗ്ലിസറിൻ എന്നൊക്കെ പറയുന്ന രക്തക്കൊഴലുകളെ ഡയലേറ്റ് ചെയ്യാൻ, വികസിപ്പിക്കാനുള്ള മരുന്നുകളുണ്ട്. അതാണ് നമ്മൾ നാക്കിനടിയിൽ ഹാർട്ട് പേഷ്യൻ്റൊക്കെ കൊടുക്കുമല്ലോ, നാക്കിനടിയിലിരുന്ന്. അത് കഴിച്ച് അത് നാക്കിനടിയിൽ ഇട്ട് കഴിയുമ്പോഴേക്കും അവർക്ക് രക്തക്കൊഴലൊക്കെ ഒന്ന് റെസ്റ്റും കൂടി എടുത്ത് കഴിയുമ്പോഴേക്കും അതങ്ങ് മാറും. അത് അഞ്ചൈന. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നത്, അത് നമുക്ക് ഈ ഏതെങ്കിലും രക്തക്കൊഴലുകളിൽ അങ്ങ് ബ്ലോക്ക് വരിക. രക്തക്കൊഴലിൽ എങ്ങനെയാണ് പെട്ടെന്ന് ബ്ലോക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊഴുപ്പടിഞ്ഞ് അവിടെ ഇരിക്കുകയാണല്ലോ, മലകൾ, ചെറിയ മലകൾ പോലെ ഉണ്ടായിരിക്കാം. അത് ഇടയ്ക്ക് പൊട്ടി അതിനകത്തുനിന്ന് ഈ ഫാറ്റൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ എന്ത് പറ്റും, ഈ നമ്മളുടെ അവിടെ ഒരു ഡാമേജ് വരുവാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളുടെ രക്തത്തിലെ രക്താണുക്കൾ, പ്രത്യേകിച്ച് പ്ലേറ്റ്ലെറ്റ് ഒക്കെ പോയി അവിടെ സീൽ ചെയ്യാൻ നോക്കും.
അപ്പൊ ഈ സീൽ ചെയ്യാനും പ്ലേറ്റ്ലെറ്റും എല്ലാം കൂടെ അവിടെ പോയി അതിലേക്ക് RBC എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ക്ലോട്ടായി മാറും. അപ്പം അങ്ങനെ അവിടെ പെട്ടെന്ന് ഒരു ലീക്ക് വന്ന് അവിടെ ക്ലോട്ട് വന്ന് അവിടെ ആ രക്തക്കുഴലങ്ങ് ബ്ലോക്കായി പോകും. അത് മേജർ രക്തക്കുഴലിലാണ് ഇത് വന്നെങ്കിൽ വലിയ അറ്റാക്ക്, വലിയ വേദനയും ചിലപ്പോൾ അത് ഹൃദയസ്തംഭനത്തിലേക്ക് പോകാം. പ്രത്യേകിച്ച് നമ്മുടെ റൈറ്റ് ഹാർട്ടിന്റെ ഈ പേസ് മേക്കർ പോലെയുള്ള ഉണ്ടല്ലോ, ASA നോഡും AV നോഡും ഒക്കെ, അവിടെ നിന്നാണല്ലോ ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മേജർ ഒരു കുറെ ഹാർട്ടിന്റെ ഭാഗത്തെയും കൂടെ ബാധിക്കുന്നതോ ആയിട്ടുള്ള ആർട്ടറിയിൽ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഹൃദയസ്തംഭനം പോലെ ഒന്നും നമ്മൾ വരുന്നത്. അപ്പോഴാണ് നമ്മൾ CPR ഒക്കെ കൊടുത്ത് ഇമ്മീഡിയറ്റ്ലി കൊടുത്ത് റിവൈവ് ചെയ്തില്ലെങ്കിൽ പിന്നെ ബ്രെയിനിന് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൂടുതൽ ബ്ലഡ് ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പം കംപ്ലീറ്റ് ഹാർട്ട് നിന്ന് പോയി സ്തംഭിച്ചു പോയാൽ വിതിൻ 3-4 മിനിറ്റ്സ് അത് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ തിരിച്ചു കൊണ്ടുവന്നാലും നമ്മളുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി, ബോധവും അങ്ങനത്തെ ബ്രെയിൻ ആക്ടിവിറ്റി തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ വരും. നെക്സ്റ്റ് നമ്മൾ ഈ കാർഡിയാക് ഫെയിലിയർ, പെട്ടെന്നുള്ള അറ്റാക്കോ ഹൃദയസ്തംഭനമോ ഒന്നുമല്ല. കാർഡിയാക് ഫെയിലിയർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പമ്പിങ് കുറഞ്ഞു പോയെന്ന് പറയും. അത് യൂഷ്വലി സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഈ കൊറോണറി ആർട്ടറി ബ്ലോക്കുകളുള്ളവരിൽ ചെറിയ ചെറിയ ബ്ലോക്കുകൾ വന്ന് കുറച്ചായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ സൈലന്റ് അറ്റാക്ക് പോലെ വന്ന് മസിൽ ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ടിന് പമ്പിങ് ഇഫിഷ്യൻ്റ് ആകാതെ വരും, ഒരു വീർത്ത് വരും, അല്ലെങ്കിൽ ആ മസിൽ ഇല്ലാത്തതുകൊണ്ട് ഫുള്ളായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇനി 30% പമ്പിങ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കറണ്ടല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പമ്പിങ് കൂട്ടാനുള്ള മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ റെസ്റ്റ്, ഹാർട്ട് ബീറ്റ് കുറയ്ക്കാനുള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അത് എക്സ്ട്രീം ലെവലിലെത്തി കഴിയുമ്പോഴാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാർഡിയാക് ഫെയിലിയർ അത് കൊറോണറി ആർട്ടറി ഡിസീസ് വന്നിട്ട് വരും. പ്രത്യേകിച്ച് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ളവർക്ക് ഈ ബ്ലോക്കുകൾ വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കാർഡിയോമയോപ്പതി എന്ന് പറയും. പ്രത്യേകിച്ച് നമ്മൾ കോവിഡിന്റെ ഒക്കെ കാലത്ത് കേട്ടിട്ടില്ലേ, വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടും അല്ലാതെ കോവിഡ് വന്നവർക്കും ഒക്കെ കാർഡിയോമയോപ്പതി വന്നിട്ട് വിതിൻ വെരി ഫാസ്റ്റ് ആയിട്ട് കാർഡിയാക് ഫെയിലിയറിലേക്ക് പോയി മരിക്കുന്നതും ഉണ്ട്. കാർഡിയാക് ഫെയിലിയർ തന്നെയാണ് 2 ടൈപ്പ് ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. റൈറ്റിലാണെങ്കിൽ നമുക്ക് പൾമണറി എഡീമ, ശ്വാസം മുട്ടൽ പോലെ വന്ന് വായിക്കൂടെ പതയൊക്കെ വന്ന്, അതിനാണ് പൾമണറി എഡീമ എന്ന് പറയുന്നത്. അത് റൈറ്റ് ഹാർട്ട് ഫെയിൽ ചെയ്യുന്നതിന്റെ, അതായത് നമ്മുടെ പൾമണറി സർക്കുലേഷനിൽ. മറ്റത് ലെഫ്റ്റ് ഹാർട്ട് ഫെയിൽ ചെയ്യുന്നതിന്റെ, നമ്മുടെ കാലിലൊക്കെ നീരും മൊത്തത്തിൽ നീരൊക്കെ വന്നിട്ട് വരുന്നതിന് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഈ രക്തക്കൊള്ളുകൾ ഡാമേജ് ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ പറഞ്ഞു, ഒന്ന് കൊഴുപ്പ് നമ്മളുടെ രക്തക്കൊള്ളുകളെ ഡാമേജ് ചെയ്യുന്നു, പിന്നെ ഗ്ലൂക്കോസ് ഡാമേജ് ചെയ്യുന്നു, അതുപോലെ പ്രഷറിൽ പോകുമ്പോൾ അതിന് വരുന്ന ഡാമേജുകൾ, പിന്നെ ഈ കൊഴുപ്പ് അടിഞ്ഞിട്ട് മുഴകൾ പോലെ ഉള്ളിൽ ഉണ്ടാകുന്നത് കൊണ്ട് വരും. വേറൊരു കാര്യം നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കൂടുതൽ എവിഡന്റ്, നേരത്തെ ഇത്രയൊക്കെ കാര്യങ്ങളെ നമുക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, അതായത് ചില വൈറ്റമിൻസിന്റെ ഒക്കെ കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇങ്ങനത്തെ ഡാമേജ് വരാനാണ്. അതിന്റെ ഏറ്റവും ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഹോമോസിസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ്. ശരിക്കും ഇത് ആവശ്യമുള്ള ബോഡിക്ക്. പക്ഷെ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, പ്രത്യേകിച്ച് വൈറ്റമിൻ B6, B12, ഫോളിക് ആസിഡിന്റെ ഒക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ ഈ ഹോമോസിസ്റ്റിൻ, അതായത് പ്രോട്ടീൻ മെറ്റബോളിസം കറക്റ്റ് നടക്കാതെ വന്നാൽ ഈ ഹോമോസിസ്റ്റിന്റെ അളവ് കൂടും. ഈ ഹോമോസിസ്റ്റിന്റെ അളവും ശരിക്കും ഈ രക്തക്കുഴലുകളെ ഒരു ഇങ്ങനെ നമ്മൾ കൊറോസീവായിട്ട് പറയും. അതായത് നമുക്ക് ഇരുമ്പിനെയാണ് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ഇരുമ്പ് ട്യൂബൊക്കെയാണ് തുരുമ്പ് പിടിക്കുന്ന പോലെ ഈ ഹോമോസിസ്റ്റിൻ കൂടിയ ഈ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യും. അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമുക്കിപ്പോഴും കണ്ടുപിടിക്കാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത് ഇൻഫെക്ഷൻസാണ്. ചില ഇൻഫെക്ഷനുകൾ വന്നാൽ നമുക്ക് കോവിഡിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പം പലപ്പോഴും രക്തം കട്ട പിടിക്കുകയും ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് പോലെ, അതുപോലെ പലതരം ഇൻഫെക്ഷനുകളും രക്തക്കൊള്ളുകൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം വേറൊരു നമുക്കറിയാവുന്ന വേറൊരു കാര്യം, ഈ വായിൽ ഓറൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരീസോ അല്ലെങ്കിൽ ടോൺസിലൈറ്റിസോ അങ്ങനെ എപ്പോഴും വായിലെ ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് ബാക്ടീരിയാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതും രക്തത്തിൽ കയറി അത് ബ്ലഡ് വെസൽസിലേക്ക് ഡാമേജ് വരുത്താം. അതിപ്പം ബ്ലഡിൽ കയറി കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും പോകുമല്ലോ, കൊറോണറി ആർട്ടറിയിലേക്കും പോകും, മറ്റുള്ള എവിടേക്ക് വേണേലും പോകാം. അതും നമ്മുടെ ഇൻഫ്ലമേഷൻ ലെവൽ കൂട്ടുമെന്നാണ് പറയുന്നത്. ബേസിക്കലി ഇതെല്ലാം ബ്ലഡ് വെസൽ ഡാമേജിനാണ് നമ്മൾ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതൊരു പ്ലംബിംഗ് പ്രോബ്ലം. നമുക്ക് വീടിനാണ് പ്ലംബിംഗ് ഉണ്ട്, എല്ലായിടത്തും നമ്മുടെ പൈപ്പ് പോകുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു പൈപ്പ് പോലെ എടുക്കാൻ നമ്മൾ രക്തക്കൊള്ളുകളെ ടണൽ പോലെ പോവുകയാണ്. അതിന് വരുന്ന പ്രോബ്ലംസിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഒക്കെ വരുമല്ലോ, ഹാർട്ടിന്റെ
താളം തെറ്റുന്നതും അതിനാണല്ലോ നമ്മൾ പേസ് മേക്കർ ഒക്കെ വെക്കുന്നത്. അത് ഇതിന്റെ ഒരു എക്സ്ട്രീം കേസിലേക്ക്, അല്ലെങ്കിൽ ഈ നെർവസ് സിസ്റ്റത്തിന്, ഹാർട്ടിന്റെ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് വന്നു കഴിയുമ്പം അതിന് നമ്മൾ സെൻട്രൽ കൺട്രോൾ ഉണ്ട്. അതുകൂടാതെ ഹാർട്ടിനകത്ത് തന്നെ ഉള്ള നെർവസ് സിസ്റ്റം ഉണ്ട്. അതും നമ്മുടെ ബ്രെയിനുമായിട്ടും കണക്ട് ചെയ്താണ് ഇരിക്കുന്നത്. ഈ സിസ്റ്റത്തിന് വരുന്ന ഡാമേജ് ആണ് ശരിക്കും. നെർവ് ഡാമേജ് വരുമ്പം ബേസിക്കലി അതൊരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കണ്ടക്ട് ചെയ്യുന്നതിന് വരുന്നതാണ്. അതിനാണ് ഇറഗുലർ ഹാർട്ട് ബീറ്റ് വരുന്നത്. ഇറഗുലർ ഹാർട്ട് ബീറ്റ് വന്ന് എട്രിയൽ ഫ്ലട്ടർ, എട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷനുകളുണ്ട്. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, അങ്ങനെ കുറെ ഉണ്ട്. അതൊക്കെ ഒരു സാധാരണക്കാരത് അങ്ങനത്തെ പേരുകൾ അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ ഹാർട്ടിന്റെ പമ്പിങ് പ്രോപ്പർ അല്ലാതെ വരും. ഹാർട്ടിന്റെ പമ്പിങ് പ്രോപ്പർ അല്ലാതെ ഒരു ഫുൾ ഇങ്ങനെ കൺട്രാക്ട് ചെയ്യാതെ അതിങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ, അതിനകത്ത് ബ്ലഡ് കെട്ടി നിൽക്കുന്ന പോലെയാവും. അപ്പൊ അതിനകത്ത് ബ്ലഡ് കെട്ടി നിന്നാൽ ക്ലോട്ട് ഉണ്ടാവും അതിനകത്ത്. അപ്പൊ ഈ ക്ലോട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം നമ്മളുടെ രക്തക്കുഴലിലേക്ക് കയറി പൾമണറി എംബോളിസം വരാം. ഹാർട്ടിന്റെ രക്തക്കുഴലിലേക്ക് തന്നെ കൊറോണറി ആർട്ടറിയിലേക്ക് പോയാൽ അവിടെയും പോയി ബ്ലോക്ക് വരുത്താം. അങ്ങനെയും സംഭവിക്കാം. അതാണ് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം ഹാർട്ടിന്റെ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ് മേക്കർ ഒക്കെ വയ്ക്കുന്നത്. അപ്പം ഈ നെർവ് ഡാമേജ് ആണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെയുള്ള രോഗമുള്ളവർക്കാണ് ഇതൊക്കെ വരുന്നതെന്നുള്ളതാണ്. ഒന്ന് ജെനറ്റിക്സ്, അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഫാമിലിയിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിയാം അത് വരുമെന്ന്. അപ്പം ഫാമിലിയിൽ ഉണ്ടെന്നും കരുതി വരണമെന്ന് നിർബന്ധമില്ല. ജെനറ്റിക്സ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എപ്പോഴും എക്സ്പ്രസ് അത് ചെയ്യില്ല. അതിന്റെ കൂടെ ജീവിതശൈലിയും കൂടെ തെറ്റുമ്പോഴാണ് വരുന്നത്. ഇപ്പൊ കുടുംബത്ത് നമുക്ക് ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടോ, എനിക്കും ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കാൻ പോകുന്ന കരുതേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളുടെ ജെനറ്റിക്സിൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടത്തെ എന്താണെന്ന് നോക്കി അത് കറക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് വരേണ്ടത്. പിന്നെ അങ്ങനെയുള്ളൊരു സ്മോക്കിങ്, ആൽക്കഹോളോ ഒക്കെ ഒഴിവാക്കുക. ജെനറ്റിക്കലി നമ്മൾ പ്രിഡിസ്പൊസിഷൻ ഉള്ളവർ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഓവർ വെയിറ്റ് വരാതിരിക്കാൻ നോക്കുക. ഓവർ വെയിറ്റ് വന്നു കഴിയുമ്പോഴാണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഡിസ്ലൈപ്പിഡിമിയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഓവർ വെയിറ്റ് വരാതെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒന്നും വരാതെ നോക്കുക. വന്നിട്ട് അതിന് മരുന്നെടുത്തത് കൊണ്ട് നമ്മൾ വലിയ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടിയില്ല. നമ്മുടെ എല്ലാം വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഒന്നും കറക്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതിയെന്ന്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായ ധാരണയാണ്. നമ്മൾ കാണാമല്ലോ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് 90% ഹാർട്ട് അറ്റാക്ക് വരികയും പ്രിമച്വർ ഡെത്ത് വരികയും ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ തന്നെ ഒബേസിറ്റിയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇവർ മോർ റിസ്കി ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കരുതോ ഒരു വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നാലും വലിയ ഹെൽത്തി ആയിരുന്നു, ഭയങ്കര എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾ, അങ്ങനെയും കാണാറുണ്ടല്ലോ. ഈ ജിമ്മിലൊക്കെ പോകുന്നവർ ജിമ്മിൽ വെച്ച് എക്സസൈസ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ ഉള്ളത്. അതിലെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരും ഓവർ വെയിറ്റ് ആയിരിക്കും. പിന്നെ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ വെരി ഹെൽത്തി ആണെന്നുള്ളതിൽ ഡയറ്റിന്റെ കാര്യത്തിൽ ഒന്നും നോക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി എന്ന് കരുതുന്നത്, അതായത് ഇങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവര് ഹെൽത്തി എന്ന് കരുതി അവര് കറക്റ്റ് ആണ് എൻ്റെ BMI എന്നൊക്കെ കരുതിയിരിക്കുന്നത് ശരിയാകണമെന്നില്ല. ഇന്ത്യൻസിനെ സംബന്ധിച്ച് മാക്സിമം ആകാവുന്ന BMI 23 ആണ്. പക്ഷെ എല്ലാവരും കരുതുന്നത് 25 ആണെന്നാണ്. പിന്നെ ഹാർട്ടിൽ ജെനറ്റിക്കലി ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് ഫാമിലിയൽ പ്രിഡിസ്പൊസിഷൻ ഉള്ളവരാണെങ്കിൽ ശരിക്കും 23 അല്ല, അറൗണ്ട് 20 നിർത്താൻ നോക്കണം BMI. അതും ഫാറ്റിന്റെ അളവാണ് ഇമ്പോർട്ടൻറ്റ്. ഫാറ്റാണ് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് എത്രയുണ്ടെന്നും മാത്രമല്ല, ഫാറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഫാറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ഫാറ്റി ആസിഡ്സ് ആണ്. അതിനെ ഒരു ട്രൈഗ്ലിസറൈഡ് ഫോമിലും കൊളസ്ട്രോൾ എസ്റ്റേഴ്സും ഒക്കെ ആക്കി വെച്ചിരിക്കുക. അതിന് നമ്മുടെ ബേസിക്കലി ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സ് ആണ്. ഫാറ്റി ആസിഡ്സ് 4 ടൈപ്പ് ഉണ്ട് ബേസിക് ആയിട്ട്. അത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, omega-9 ഉണ്ട്, omega-6 ഉണ്ട്, omega-3 ഉണ്ട്. അതിൽ omega-3 ആണ് ഏറ്റവും ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും. അതാണ് നമ്മളുടെ നേച്ചറിൽ ഏറ്റവും കുറവുള്ളത്. omega-6ഉം ആവശ്യമാണ്, പക്ഷെ അത് കൂടുതലായ ഇൻഫ്ലമേഷൻ വരും. ഇതൊക്കെ ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സിലാണ് വരുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ ആവശ്യം നമ്മുടെ തേങ്ങയിലും കൂടുതലും നമ്മുടെ നെയ്യ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പശുവിനെയിലൊക്കെ, അതൊക്കെ ഏറ്റവും കൂടുതലുള്ളത്, അതൊക്കെ കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റാണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെ ഷോർട്ട് ചെയിൻ ഉണ്ട്, ലോങ് ചെയിൻ ഉണ്ട്, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ കൂടാനുള്ള ഒരു മെയിൻ കാരണം ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. അതിനൊരു സിസ് ഫോംസ്, ട്രാൻസ്ഫോം എന്നൊക്കെ പറഞ്ഞുണ്ട്. ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് അതിന്റെ നമ്മൾ ഹൈഡ്രജനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ ട്രാൻസ് ഫാറ്റ് നമ്മുടെ ബോഡിക്ക് അറിയില്ല അതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഇതെല്ലായിടത്തും പോയി ഡെപ്പോസിറ്റ് ആവും. അത് നമ്മുടെ രക്തക്കുഴലിനകത്തും ആവശ്യമില്ലാത്ത, ഇതൊരു നാച്ചുറൽ സാധനമല്ല ഈ ട്രാൻസ് ഫാറ്റ്. അതായത് നമ്മുടെ ഈ ഡാൽഡ, നമ്മുടെ എല്ലാ ബേക്കറി ഐറ്റംസിനും ഡാൽഡയാണ് ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. ഡാൽഡ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ് യൂസ് ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നവർക്ക് ഒത്തിരി ഓവർ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പം കരുതല്ലേ വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാതെ ലീൻ ആണല്ലോ, എന്നിട്ട് എന്താണ് അയാൾക്ക് അറ്റാക്ക് വന്നു മരിച്ച്, അല്ലെങ്കിൽ അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് വരുമ്പോഴാണ്. അപ്പോൾ ഒമേഗ ഫാറ്റി സാച്ചുറേറ്റഡ് ഫാറ്റ് അത്യാവശ്യം നമ്മുടെ എനർജി യൂസേജിന് മാത്രമേ പാടുള്ളൂ. ഒമേഗ 6 ആണെങ്കിൽ ഇൻഫ്ലമേറ്ററി ആണ്. ഒമേഗ 3 എത്ര കഴിക്കുന്നു അത് ആന്റി ഇൻഫ്ലമേറ്ററിയാണ്. അത്രയും മാത്രമേ ഒമേഗ 6 വരാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ചില ഇൻഫെക്ഷൻസ് കൂടാതെ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് പ്രശ്നങ്ങൾ വരാം. പ്രത്യേകിച്ച് സ്ക്ലീറോഡെർമ എന്നൊക്കെ പറഞ്ഞ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെട്ട ഡിസീസ് ഉണ്ട്. അത് കൊളാജൻ വാസ്കുലർ ഡിസീസിൽ വരുന്നതാണ്. ഇതിനകത്തും ഈ രക്തക്കൊഴലുകളെ ഉണ്ടാക്കിയിരിക്കുന്ന കൊളാജൻ വെച്ചാൽ. അപ്പം അങ്ങനെയുള്ളവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത, അങ്ങനത്തെ അസുഖമുള്ളവർക്ക് ഇത് കൂടുതലായിരിക്കും വരാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത്? ഇപ്പൊ എല്ലാവർക്കും അറിയാം ECG ആണ്. നമ്മളൊരു നെഞ്ചുവേദന തോന്നിയാൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ECG ആണ്. അതിന്റെ കൂടെ ഒരു ബ്ലഡ് ടെസ്റ്റ് നോക്കും, ട്രോപ്പോണിൻ ടെസ്റ്റ്. ഇപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലാത്ത വല്ല നെഞ്ചുവേദനയാണോ. നെഞ്ചുവേദന നമുക്ക് ആസിഡിറ്റി കൊണ്ടുവരാം, അല്ലെങ്കിൽ ചെസ്റ്റിൽ എന്തെങ്കിലും മസിൽ പെയിൻ വന്നാലും ഒക്കെ നെഞ്ചുവേദന പോലെ തോന്നും. അപ്പൊ ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ആണോ മറ്റാണോ എന്ന് അറിയാൻ ECGയും ട്രോപ്പോണിൻ ടെസ്റ്റും ആണ് നോക്കേണ്ടത്. പിന്നെ ഏർലി ഡയഗ്നോസിനായിട്ട് കാർഡിയാക് മാർക്കേഴ്സ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് ബ്ലഡിൽ നോക്കാവുന്നത്. അതിൻ്റെ ഒന്ന് കൊളസ്ട്രോളും അതിൻ്റെ കാര്യം, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് അതൊക്കെ. പിന്നെ HCRP, അത് രക്തക്കുഴലുകളെ ഒരു ഇൻഫ്ലമേഷൻ്റെ മാർക്കറാണ്. പിന്നെ ഹോമോസിസ്റ്റിൻ, അതും കൂടുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്കിന് ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്പോബി എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം അപ്പോലൈപ്പോപ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ അളവ് കൂട്ടിയാലും ക്യാൻസറിന് ചാൻസ് കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഹാർട്ടിന്റെ കണ്ടീഷൻ അസസ് ചെയ്യാനായിട്ട് എക്കോ ടെസ്റ്റ് ഉണ്ട്, CIMT. അതായത് നമ്മുടെ ഈ അത് കരോട്ടിഡ് ആർട്ടറി, നമ്മുടെ ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ആർട്ടറി ഉണ്ട്. അത് വലിയ ആർട്ടറിയാണ്, നെക്കിലാണ്, അത് വളരെ സ്കിന്നിന് താഴെ. അപ്പൊ അതിൻ്റെ നോക്കിയാൽ നമുക്ക് ഏകദേശം എന്തോരം കൊഴുപ്പ് രക്തക്കൊഴലിനകത്ത് കൊഴുപ്പ് ഇടിയുന്ന എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. കൊറോണറി ആർട്ടറി എന്നൊക്കെ പറയുന്നത് തീരെ ചെറുതുമാണ്, അത് നെഞ്ചിനുള്ളിലാണല്ലോ. അതിനെ നമുക്ക് സ്കാൻ വെച്ച് അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ നെക്കിലുള്ള സ്കാനിങ് CIMT ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര രക്തക്കൊഴലുകൾക്ക് എത്ര കൊഴുപ്പ് അടിയുന്നുണ്ടെന്നുള്ള അറിയാനുള്ള ഒരു മാർഗമാണ്. അതിൻ്റെ ഒരു വാസ്കുലർ ഏജിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ TMT, ദറ്റ് ഈസ് നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യും എക്സസൈസ് ടോളറൻസ് അറിയാനായിട്ട്. നെക്സ്റ്റ് ഇപ്പൊ ആൻജിയോഗ്രാം ഉണ്ട്, CT ആൻജിയോഗ്രാം ഉണ്ട്, CT കാൽസ്യം സ്കോർ നോക്കാം. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് MR ആൻജിയോഗ്രാം ഉണ്ട്, ഇപ്പൊ പെറ്റ് ആൻജിയോഗ്രാം ഉണ്ട്, പെറ്റ് സ്കാൻ വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ അതൊക്കെ നോൺ ഇൻവസീവ് ആണ്, എന്നാലും അതിനകത്ത് ഡൈ ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് അത് അത്ര സേഫ് അല്ല, CT കാൽസ്യം സ്കോറും ഒക്കെ. പക്ഷെ എന്നാലും അത് നമ്മൾ പെർക്യൂട്ടേനിയസ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത്, അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ കാർഡിയോളജി യൂണിറ്റിലും ചെയ്യുന്നത്, ഈ സ്റ്റെന്റ് കയറ്റിയിട്ട് ചെയ്യുന്ന PC ആൻജിയോഗ്രാം. അപ്പൊ അത് പക്ഷെ ഇൻവേസീവാണ്. അതിലെന്താ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ ഈ കത്തീറ്ററൊക്കെ കയറ്റണമല്ലോ. അപ്പം അവിടെയൊക്കെ രക്തക്കൊഴലുകൾക്കൊക്കെ അബ്രേഷൻസ്, നമ്മൾക്ക് ഇതൊക്കെ പറയില്ല, അബ്രേഷൻ ഇങ്ങനെ ഇത് വരും, സ്കിന്നിന്റെ ഇതിൽ വരുന്ന പോലെ തന്നെ ഉള്ളിലും വരാം. അപ്പൊ അത് തന്നെ നമുക്കൊരു ആത്രോസ്ക്ലീറോസിസ് ഉണ്ടാക്കാം. പിന്നെ അതുകൂടാതെ ഡൈ ഇഞ്ചെക്ട് ചെയ്യണം. അപ്പൊ ഡൈ അസോസിയേറ്റഡ് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ, അങ്ങനത്തെ പ്രോബ്ലംസിലേക്ക്, കിഡ്നിക്ക് ഡാമേജ് വരാനും ഒക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹാർട്ട് ബീറ്റ് സംബന്ധിച്ചുള്ളതും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ECG ആണ്. ഇപ്പൊ പിന്നെ ECG ഹോൾട്ടർ മോണിറ്റർ വെച്ചിട്ട് കണ്ടിന്യൂസ് ECG മോണിറ്റർ ചെയ്യാം. ഇപ്പൊ പിന്നെ ഈവൻ പലതരം സ്മാർട്ട് ഫോൺസിനും കണ്ടിന്യൂസ് ആയിട്ട് നോക്കി കിട്ടുന്ന തരം സ്മാർട്ട് ഫോൺസ് തന്നെ, വാച്ചും സ്മാർട്ട് ഫോണും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ECG അറിയാനുള്ളതുണ്ട്. പിന്നെ ഇപ്പം വേറൊരു ഇംപ്ലാന്റബിൾ ലൂപ്പ്, അതായത് കുറച്ചും കൂടെ കൃത്യമായിട്ട് ഹാർട്ടിന്റെ ബീറ്റിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റബിൾ ലൂപ്പ് റെക്കോർഡർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ ഹാർട്ട് ബീറ്റും ഇതിനെ കുറിച്ച് അറിയാവുന്ന പിന്നെ ഇലക്ട്രോ ഫിസിയോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്. പിന്നെ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവുകയാണോ എന്ന് അറിയാനായിട്ട് ഒരു BNP എന്നൊക്കെ പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അതുപോലെ എക്കോകാർഡിയോഗ്രഫി, ഹാർട്ട് ഫെയിലിയർ തിരിച്ചറിയാനും, ഹാർട്ടിന്റെ പമ്പിങ് എത്രയുണ്ട്, അല്ലെ മസിൽ വീക്ക്നെസ് എവിടെ വരെ വന്നിരിക്കുന്നു, അതൊക്കെ അറിയാൻ BNP ഉണ്ട്. പിന്നെ ട്രോപ്പോണിൻ ടെസ്റ്റുകളും, ട്രോപ്പോണിൻ എന്നുള്ള ഒരു കെമിക്കൽ, അതായത് നമ്മുടെ ഹാർട്ട് മസിലിൽ നിന്ന് അതിന് ഡാമേജ് വരുമ്പോൾ പുറത്തു വരുന്നു, അതും ഹെൽപ്ഫുൾ ആകും. നെക്സ്റ്റ് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഈ ഹാർട്ട് പേഷ്യൻസിന് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒന്നുകിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ തന്നെ ബൈപ്പാസ്, സ്റ്റെന്റ് ഇടാൻ ബൈപ്പാസ് ചെയ്യും. അപ്പൊ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈ ഹാർട്ടിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഹാർട്ട് ബ്ലോക്കിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഹാർട്ട് ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു
മരുന്നുമില്ല. നമ്മൾ ഹാർട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന അതിൻ്റെ കാരണം വന്നത് മിക്കവാറും ഒന്നുകിൽ കൊളസ്ട്രോൾ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും, അല്ലെ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ. അത് കുറയ്ക്കാനായിട്ട് സ്റ്റാറ്റിന് അതുപോലെ ഡിസ്ലൈപിഡീമിയക്കുള്ള പലതരം മരുന്നുകളുണ്ട്, അത് കൊടുക്കും. പിന്നെ ഈ ഹാർട്ട് സ്പീഡ് കൂടുതലാണെങ്കിൽ, അതായത് നമുക്ക് ഹാർട്ടിന്റെ ബീറ്റിന്റെ നമ്പർ കൂടുതലാണെങ്കിൽ അതിന് ഹാർട്ടിലേക്കുള്ള പമ്പിങ് കുറഞ്ഞു പോകാം, അതായത് രക്തയോട്ടം ഹാർട്ടിന്റെ മസിലിന് കിട്ടുന്നത് കുറഞ്ഞു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും, ബീറ്റാ ബ്ലോക്കർ എന്നുള്ള മരുന്ന് വെച്ചിട്ട് ഹാർട്ടിന്റെ ഇടിപ്പ് കുറയ്ക്കാനായിട്ട് നോക്കും. കുറയ്ക്കാൻ നോക്കുമെന്ന് മാത്രമല്ല, അപ്പൊ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ ബീറ്റാ ബ്ലോക്കർ എന്നുള്ളത് അഡ്രിനാലിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ് ഉണ്ടല്ലോ, അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അപ്പൊ അത് കൂടുതൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, കൂടുതൽ ഹാർട്ട് കൂടുതൽ പമ്പ് ചെയ്യും, അങ്ങനത്തെ. പിന്നെ അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഹാർട്ടിനെ തന്നെ ഒന്ന് ക്വയറ്റൻ ചെയ്യാനായിട്ട് ബീറ്റാ ബ്ലോക്കേഴ്സ് മരുന്നുകൾ കൊടുക്കും. പിന്നെ ഈ രക്തക്കൊഴലുകളെല്ലാം നാരോ ആയി പോയതുകൊണ്ടാണല്ലോ ഈ പ്രഷറൊക്കെ കൂടുന്നത്. അതുകൊണ്ട് രക്തക്കൊഴലുകളെ വികസിപ്പിക്കാനുള്ള വാസ്കുലർ ഡയലേറ്റേഴ്സ് കൊടുക്കും, മസിൽ. അത് പക്ഷെ ശരിക്കും അതിന്റെ മെയിൻ അതിൽ വരുന്ന ഈ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞതും വാസോ ഡയലേറ്റേഴ്സ്, അതൊക്കെ ബി പിക്ക് വേണ്ടിയിട്ടും ഈ സെയിം മരുന്നുകളാണ്. ആക്ച്വലി ഈ നമ്മൾ ഹാർട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പേഷ്യൻസ് എടുക്കുന്നത് ഒന്നെങ്കിൽ ബീറ്റാ ബ്ലോക്കർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാറ്റിൻ ഉണ്ടാവും, അതായത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടുള്ളത് ഉണ്ടാവും, അതുപോലത്തെ മരുന്നുകൾ കൂടുതലുണ്ടാവും. പിന്നെ ബ്ലഡ് തിന്നേഴ്സ്, അതായത് ബ്ലഡിന് ഈ രക്തക്കൊഴലുകൾക്ക് എവിടെയെങ്കിലും അബറേഷൻസോ ഡാമേജോ വന്നാൽ അവിടെ രക്തം കട്ട പിടിച്ച് നേരത്തെ ഈ പ്ലാക്കൊക്കെ പൊട്ടി അതിന്റെ ഫ്ലൂയിഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് തിന്നേഴ്സ്, ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ അങ്ങനത്തെ മരുന്നുകൾ കൊടുക്കും. പിന്നെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഡയബറ്റിസിന് മരുന്ന് കൊടുക്കും. ഇതാണ് നമ്മൾ സാധാരണ. അല്ലാതെ ഹാർട്ട് ബ്ലോക്കിന് വേണ്ടിയിട്ട് ഒരു മരുന്നുമില്ല, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ല ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടോ മരുന്നില്ല. ഈ ഉണ്ടാക്കിയ കാര്യങ്ങളെയൊക്കെ കുറച്ച് നിർത്താൻ നിങ്ങൾ. ഡയബറ്റിക്, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ടൈപ്പ് 2 ഡയബറ്റീസിന് കഴിക്കുന്ന മരുന്നുകൾ മിക്കവാറും ഈ ഇൻസുലിനും അതുപോലെ ഈ ഇൻസുലിന്റെ അളവ് കൂട്ടിക്കൊണ്ടാണ് പലപ്പോഴും ഷുഗർ കുറയ്ക്കാൻ നോക്കുന്നത്. അപ്പം ഷുഗർ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഇൻസുലിന്റെ അളവ് കൂടുന്നത് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കും, ഈവൻ പ്രഷർ കൂടാൻ ഇടയാക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഡയബറ്റീസിന് മരുന്ന് എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും പ്രഷറിന് കൂടുതൽ മരുന്നുകൾ എടുക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡയബറ്റീസും പ്രഷറും ഒക്കെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ പോകുന്നത്. ഓവർ വെയിറ്റ് വരും, പിന്നെ ഡയബറ്റീസ് വരും, അല്ലെങ്കിൽ പ്രഷർ വരും. ഇതെല്ലാം കുറെ നാൾ നിന്ന് കഴിയുമ്പോഴേക്കാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്. അപ്പം അതാണ് മരുന്നുകളുടെ ഒരിത്. അതായത് മരുന്നുകളൊന്നും രോഗം മാറ്റുന്നില്ല, പിന്നെ ഇങ്ങനെ സിംറ്റംസ് കുറച്ച് നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സർജറിയിലേക്ക് വരുമ്പം ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഇതുണ്ട്. അതായത് ഒരു ബലൂൺ കയറ്റി നമ്മളെ ആർട്ടറി കൂടെ ഒരു ബലൂൺ കയറ്റി ഹാർട്ടിൽ ചെന്ന് അവിടെ നിന്ന് വികസിപ്പിച്ചു കൊടുക്കും. പക്ഷെ നമുക്കറിയാം വികസിപ്പിച്ചു കൊടുത്താൽ എന്താ, കുറച്ച് നേരത്തേക്ക് ഒരു ഇച്ചിരി പമ്പിങ് കൂടിയാലും ആ ഫാറ്റൊക്കെ അവിടെ തന്നെ ഇരിക്കുക, അതുകൊണ്ടൊന്നും വലിയ ബെനിഫിറ്റ് ഇല്ല. ആ ഒരു ചെറിയ ടൈമിലേക്ക് ഇച്ചിരി ഒന്ന് ഇതാകുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രോബ്ലംസ് വരുന്നത്. പിന്നെ സ്റ്റെന്റ് ഇടുക എന്നുള്ളതാണ് ആൻജിയോപ്ലാസ്റ്റി. സ്റ്റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ യൂഷ്വലി 1.5 to 2.5 സെന്റിമീറ്റേഴ്സ് ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ അത്രയും ഭാഗത്തേ വരുള്ളൂ. അപ്പം മേജറായിട്ട് ഇരിക്കുന്ന ഒരു കുന്നുപോലെ ഇരിക്കുന്ന കൊഴുപ്പിനെ ഒന്ന് ഇത് ചെയ്ത് സൈഡിലേക്ക് ആക്കി വെക്കുന്നത് മാത്രമേ ഉള്ളൂ അത് ചെയ്യുന്നത്. നമ്മൾ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റീൽ മെഷ് ആയിട്ടാണ് അതിന് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അത് കുറച്ചുകൂടി അവിടെയും പോയി രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം അത് മെഡിക്കേറ്റഡ് സ്റ്റെന്റ് ആണെന്ന് പറഞ്ഞാൽ പോലും അതിനോട് റിയാക്ഷൻ വന്ന് അത് തന്നെ രക്തക്കൊഴലുകൾ ചുരുങ്ങാൻ ഇടയാക്കാൻ ഭാവിയിൽ, അല്ലെങ്കിൽ അതേ ബ്ലഡ് കട്ട പിടിക്കാം. അതിനാണ് ഈ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നത്. ആസ്പിരിൻ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ അല്ലെങ്കിൽ ബ്രിലിൻഡ എന്നൊക്കെ പറഞ്ഞ കൂടുതൽ മരുന്നുകൾ, അത് പ്രത്യേകിച്ച് 1 ഇയറിലും, അതായത് ആ സ്റ്റെന്റിന് നമ്മളുടെ ബോഡിയിൽ ഹീൽ ചെയ്ത് കവർ ചെയ്യുന്ന പോലെ, ഇപ്പൊ സ്കിന്ന് വന്ന് കവർ ചെയ്യുന്ന പോലെ ഉള്ളിൽ വന്ന് കവർ ചെയ്ത് പോകുന്ന ഉറപ്പ് വരുത്തുന്നതോടും വരെ ഈ മരുന്നുകൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ മറന്നുപോയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ട്രെസ്സിൽപ്പെട്ട് നമ്മൾ മരുന്നെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, അത് കൂടുതൽ ഡേഞ്ചറസ് ആണ്, കാരണം ക്ലോട്ട് വരാം. അപ്പം ഒരു കാരണവശാലും സ്റ്റെന്റ് ഇട്ട ആള് 1 ഇയറിലേക്ക് മരുന്ന് കഴിക്കാതെ ബ്ലഡ് തിന്നേഴ്സ് ഒരു നേരം പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിക്കേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ്, പലപ്പോഴും പറയും ഒത്തിരി ബ്ലോക്കാണ്, എല്ലാം കാൽസിഫൈഡ് ആണ്, അങ്ങനെയുള്ളവർക്കാണ് സ്റ്റെന്റ് ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ബൈപ്പാസ് ചെയ്യണം എന്ന് പറയുന്നത്. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ബേസിക്കലി നമ്മളുടെ ഈ നെഞ്ചിന്റെ ഇവിടെ ഒരു സ്റ്റേൺ എന്ന് പറയുന്ന ഒരു ബോണുണ്ട്, അതിലേക്കാണ് റിബ്സ് ഒക്കെ വന്ന് നമ്മളുടെ വാരിയെല്ലുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതിനെ സെൻട്രലി കട്ട് ചെയ്ത് ചെസ്റ്റിനെ ഓപ്പൺ ചെയ്ത് ഹാർട്ടിന്റെ പുറമേയുള്ള
ഒരു ലെയറുണ്ട് പെരിക്കാർഡിയം എന്ന് പറഞ്ഞ്, അതിനെ ഓപ്പൺ ചെയ്ത് ഹാർട്ടിൽ ചെന്ന് ഹാർട്ടിന് പുറമേ കൂടെയാണ് ഈ രക്തമെല്ലാം ഓടുന്നു, രക്തക്കൊഴൽ ഹാർട്ടിന്റെ രക്തക്കൊഴലെല്ലാം ഹാർട്ടിന്റെ പുറത്തുകൂടെയാണ്. എന്നിട്ട് അതിനെ ഓരോ സ്ഥലത്തു നിന്ന് ഉള്ളിലേക്കും മസിലിൽ കൂടെ തുളച്ച് കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ പുറമേ ഉണ്ടായതുകൊണ്ട് അവിടെ എവിടെയാണ് ബ്ലോക്ക് വന്നിരിക്കുന്നത് അവിടേക്ക് നമ്മുടെ കാലേന്നോ, യൂഷ്വലി കാലേന്നാണ് രക്തക്കൊഴൽ ഹാർവെസ്റ്റ് ചെയ്യാന്ന് പറയും. രക്തക്കൊഴൽ എടുത്തിട്ട് അയോട്ടയിൽ നിന്ന് നമ്മുടെ മെയിൻ രക്തക്കൊഴലിൽ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും, ബ്ലോക്ക് മേജർ ബ്ലോക്കിന്റെ ഇപ്പുറത്തേക്ക്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിടത്ത് മാത്രമല്ലല്ലോ, ഈ ബ്ലോക്കുകളും കൊഴുപ്പടിഞ്ഞിരിക്കുന്ന എല്ലായിടത്തും ഉണ്ടാവും. അപ്പം ചെറിയ രക്തക്കൊഴലുകളിലൊന്നും ഇത് ചെയ്യാൻ പറ്റൂല, വലിയ രക്തക്കൊഴലിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ ഇപ്പുറത്തിരിക്കുന്നതോടെ ബ്ലോക്ക് ആണെങ്കിൽ അത് കൊണ്ട് വലിയ പ്രയോജനം കിട്ടണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഡിസീസ് പ്രോഗ്രഷൻ, ഇതിപ്പം ഒരു ജീവിതശൈലി രോഗമാണ്, ജീവിതശൈലി ക്രമപ്പെടുത്തിയാൽ മാത്രമേ അതിന് പ്രോഗ്രഷൻ എന്തെങ്കിലും കുറവ് വരുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരുന്ന് കഴിച്ചാലും സ്റ്റെന്റ് ഇട്ടാലും ബൈപ്പാസ് ചെയ്താലും 5 year സർവൈവൽ അല്ലെ 10 year സർവൈവൽ, പിന്നെ ഇപ്പം കുറച്ച് ലോങ് ടൈം സർവൈവലൊക്കെ നോക്കി ഒരാൾ ഇങ്ങനെയുള്ള ഏത് പേഷ്യൻ്റ് ആൾക്കാരാണെങ്കിലും ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അടുത്ത 5 years അല്ലെ 10 years ഹാർട്ട് അറ്റാക്ക് വരാനോ വന്ന് മരണപ്പെടാനോ ഉള്ള സാധ്യത ഒന്ന് തന്നെയായിട്ടാണ് കാണുന്നത്, ഒരു ഡിഫറൻസും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് നമ്മൾ ഇപ്പം ബൈപ്പാസ് ചെയ്താലും സ്റ്റെന്റ് ഇട്ടാലും ഡെഫിനറ്റ്ലി മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. സ്റ്റെന്റ് ഇട്ടാൽ നമ്മൾ കൂടുതൽ കെയർ എടുക്കണം, ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കണം എന്നുള്ളത് ഒരു ദിവസം പോലും മറക്കാതെ കഴിക്കണം, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 3 to 6 months, അല്ലെങ്കിൽ കൂടുതൽ ഡേഞ്ചർ ആവും. അപ്പം ഈ കാര്യമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. കൂടുതൽ നമ്മൾ ഇപ്പം വർഷങ്ങളായല്ലോ, കുറെ 10, 30, 40 വർഷമായി ബൈപ്പാസൊക്കെ തുടങ്ങിയിട്ട്, സ്റ്റെന്റൊക്കെ അതിന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഈ ഇത്രയും കാലം കൊണ്ട് ഇതിന്റെയൊക്കെ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈവൻ ആൻജിയോഗ്രാം ചെയ്തിട്ടാണല്ലോ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത്. അതിന്റെ ഒരു മേജർ സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതൊരു കോൺട്രാസ്റ്റ് യൂസ് ചെയ്യണം. അത് കോൺട്രാസ്റ്റ് നെഫ്രോപ്പതി വരും. പ്രത്യേകിച്ചും ഇതെല്ലാം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള പേഷ്യൻസിന് പലപ്പോഴും കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇത് വരാനുള്ള കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയും കുറച്ചും കൂടി കൂടുതലായിരിക്കും. നെക്സ്റ്റ്, നമ്മൾ ഈ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ള, അതായത് ബ്ലോക്ക് ഒക്കെ ഉള്ളവർക്ക്, ഓൾറെഡി നമുക്ക് അറിയാവുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി രണ്ടോ പ്രാവശ്യം സ്റ്റെന്റ് ഇടുകയോ ബൈപ്പാസ് ചെയ്തവർക്കൊക്കെ അതിന് കൂടെ വരാവുന്ന മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഏറ്റവും പ്രധാനം നമുക്കറിയാം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ, അത് ഓൾറെഡി നമുക്ക് അറിയായിരിക്കും. അത് കൂടാതെ വരാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്തക്കൊഴലുകളെ ബ്ലോക്ക് ഈ കൊറോണ വൈറസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാത്തിനും അതിന്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടാകുന്ന കൂട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ കരോട്ടിഡ് ആർട്ടറിക്ക് വന്നാൽ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനെ അഫക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്ട്രോക്കിനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ അയോട്ടിക് അന്യൂറിസം, അതായത് നമ്മുടെ മെയിൻ അയോട്ട എന്ന് പറയുന്നതാണ് മെയിൻ രക്തക്കൊഴൽ. അതിനകത്ത് ഇതുപോലെ പ്ലാക്ക് വന്നിട്ട് ചിലപ്പോൾ അതും പൊട്ടുന്ന പോലെ വരാം. അല്ലെങ്കിൽ അതിന്റെ ശക്തി കുറയും. അത് നല്ല വാളിന്റെ ശക്തി കുറഞ്ഞിട്ട് അവിടെ ഒരു തരം ബലൂൺ വീർക്കുന്ന പോലെ വീർത്തു വരും. അതാണ് അബ്ഡോമിനൽ അയോട്ട അനൂറിസം എന്നൊക്കെ പറയാറുണ്ട്. അതും അതിന്റെ കൂടെ ഇതിന്റെ കൂടെ പ്രഷറും കൂടെ കൂടുതലാണെങ്കിൽ ഈ പ്രഷറിൽ പമ്പ് ചെയ്ത് വരുമ്പം ഇത് ഈ രക്തക്കൊഴൽ തന്നെ പൊട്ടുന്ന പോലെ വരാം. അത് തന്നെ ബ്രെയിനിലും അതുപോലെ അനൂറിസംസ് ഉണ്ടാകാം. അങ്ങനെയൊക്കെയാണ് ഇത്തരം ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർക്ക് പലപ്പോഴും ഈ സ്ട്രോക്ക് വരുന്നത്, പ്രത്യേകിച്ചും ഹെമറാജിക് സ്ട്രോക്ക് വരാം. പിന്നെ ഇതേ പ്രോബ്ലം തന്നെ ഈ കിഡ്നിക്ക് വരുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ രക്തക്കൊഴലുകൾ ഈ കിഡ്നിയിലേക്ക് ബ്ലഡ് പോകുന്ന രക്തക്കൊഴലുകൾ ഇങ്ങനെ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതാണ് പ്രഷർ വരാൻ തന്നെ കാരണം. പലപ്പോഴും പ്രഷർ വന്ന് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഹൈപ്പർ ടെൻഷനിലേക്ക്, ഈ ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഈ നമ്മുടെ കിഡ്നിയിലെ രക്തക്കൊഴലുകൾക്ക് ഇതുപോലെ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് വരുന്നതുകൊണ്ടാണ് പ്രഷർ കൂടുന്നത്. അപ്പം അവർക്ക് മിക്കവാറും അവരുടെ നമ്മൾ GFR ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, GFR ആണ് നമുക്ക് കിഡ്നി ഫംഗ്ഷൻ നേരത്തെ അറിയാനുള്ള ഒരു മാർഗം. അപ്പൊ ഈ പ്രഷറോ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർ ഡെഫിനറ്റ്ലി GFR നോക്കണം. GFR 90 കുറവാണ് അവരുടെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. GFR കുറവുള്ളവർ കിഡ്നി ഡെഫിനറ്റ്ലി നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത് വെരി കെയർഫുൾ ആയിരിക്കണം. കഴിയുന്നത് ഒഴിവാക്കാൻ നോക്കുക. ജീവിതശൈലി ക്രമീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴേക്ക് ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ കിഡ്നിക്ക് ദോഷം വന്ന് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞു പോയെന്നിരിക്കും. ചിലപ്പോൾ കിഡ്നി ഫെയിലിയർ പോയില്ല, അല്ലെങ്കിൽ അത് റിവൈവ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ GFR 60, 70 ഒക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് അത് 40, 30 പോയെന്നിരിക്കും. അപ്പൊ അവിടെ അത് തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ പറ്റാതെ വരും. പിന്നെ അത് ആ ലെവലിൽ നിൽക്കും, അതായത് കിഡ്നിയുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഫംഗ്ഷൻ അങ്ങ് പോകും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത നിലയിൽ വരും. പിന്നെ ഓൾറെഡി ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം കൂടെ ഉണ്ടാകും. അപ്പം കിഡ്നിയുടെ ഫെയിലിയറിലേക്ക് വളരെ ഫാസ്റ്ററായിട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്.
അപ്പം ബേസിക്കലി ഇപ്പം നമുക്ക് മനസ്സിലായി ശരിക്കും ഹാർട്ട് ബ്ലോക്കിന് വേണ്ടിയിട്ട് നമുക്ക് മരുന്നുകൾ എന്ന് പറയാനൊന്നുമില്ല. അതിൻ്റെ സിംറ്റമാറ്റിക് റിലീഫ് പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറയ്ക്കാനേ ഉള്ളൂ. സ്റ്റെൻറ്റ് ഇട്ടെന്നും കരുതി നമ്മുടെ രോഗം അവിടെ മാറുന്നില്ല, വീണ്ടും അവിടെ തന്നെയോ മറ്റുള്ള സ്ഥലങ്ങളിലോ ബ്ലോക്ക് വരാം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെൻറ്റ് ഇടേണ്ടി വരുന്നത്. ഈവൻ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ അതിനകത്ത് നിന്ന് ഒരു ബൈപ്പാസ് ഒരു വേറൊരു അത് നമ്മളുടെ ബോഡിയെ തന്നെ കാലേന്ന് മുറിച്ചെടുത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നേ ഉള്ളത്. മേജർ മുറിവുകൾ വന്നാണ് ഈവൻ ഹാർട്ട് ലങ് മിഷൻ യൂസ് ചെയ്ത്. അപ്പം അത് വേറൊരു മിഷനിലേക്ക് തന്നെ നമ്മളുടെ ഹാർട്ടിനെ ലങ്സിൻ്റെ ഈ ഓക്സിജനേഷനൊക്കെ അടുപ്പിച്ചാണ്. അപ്പം അവിടെ തന്നെ നമുക്ക് ക്ലോട്ടൊക്കെ വന്ന് മൈനർ ഓർ മേജർ സ്ട്രോക്കുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു വെരി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. അപ്പം ഇതിൻ്റെ ഈസി സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ബേസിക്കലി ഈ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നൊക്കെ നമ്മുടെ ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ട് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ കൂടുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളത് കണ്ടുപിടിച്ച് നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക. ശരിക്കും ഹാർട്ട് അറ്റാക്കിലേക്ക് ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടല്ല, അതിനു മുമ്പ് തന്നെ അറിയാൻ പറ്റും. ശരിക്കും നമ്മൾ ജനിക്കുമ്പോൾ മുതൽ കൊച്ചുകുട്ടിയായിരിക്കും മുതൽ ആത്രോസ്ക്ലെറോസിസ് തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 40% മുകളിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് ഇവൻ ടെസ്റ്റുകൾ വഴി യൂഷ്വലി കണ്ടുപിടിക്കാൻ തന്നെ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ 40% മുകളിലുള്ള ബ്ലോക്ക് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആൻജിയോഗ്രാമിൽ ബ്ലോക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും 40% താഴെയുള്ളത് അവിടെ ഉണ്ടാവും. ഈവൻ ഒരു 60-70% ഉള്ളതിന് മാത്രമേ 70 പണ്ടൊക്കെ ആണെങ്കിൽ 80-90% ബ്ലോക്ക് ഉള്ളതിന് മാത്രമേ സ്റ്റെൻറ്റ് ഇടാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പക്ഷെ പലപ്പോഴും കാണാറുണ്ട് 40% 50% ഒക്കെ സ്റ്റെൻറ്റ് ഇട്ട് ഒറ്റ ഒരു വിസിറ്റിൽ തന്നെ 5 സ്റ്റെൻറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നവരെ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹാർട്ടിലെ രക്തക്കൊഴലുകളിൽ ഒരു സ്ഥലം ഉണ്ടാവില്ല. ഇവൻ അതേ തന്നെ നമുക്ക് ഇത് വരും. അപ്പൊ അത്രയധികം ഫോറിൻ ബോഡി നമ്മുടെ ഹാർട്ടിലെ രക്തക്കൊഴലുകളിലേക്ക് കയറുകയാണ്. അപ്പൊ അതിന്റെ നമ്മളിവൻ ഒരു ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാലും ഈ ഇട്ട സ്റ്റെൻറ്റിൽ തിരിച്ചെടുത്ത് കളയാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ പലപ്പോഴും ഹോസ്പിറ്റലിൽ ചെന്ന് ഇങ്ങനെ അവർക്ക് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചും സ്റ്റെന്റിനെ കുറിച്ചൊന്നും അറിവില്ലാതെ ഇരുന്ന് എല്ലാം ഇട്ട് കഴിയുമ്പോഴാണ് അവർ ഇങ്ങനെയായിരുന്നോ എന്നുള്ളത് അറിയുന്നത്. അപ്പൊ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റൂല. ഈവൻ പേസ് മേക്കർ ഒക്കെ വെച്ചിട്ടും അതിന്റെ സൈഡ് എഫക്റ്റും കോംപ്ലിക്കേഷൻസും ഒന്നും അറിയാതെയാണ് പലരും അതിലേക്കൊക്കെ പോകുന്നത്. ഈവൻ പേസ് മേക്കർ വെക്കുമ്പോൾ നമ്മൾ ഓർക്കണം, വൺസ് പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കാതിരിക്കാൻ പാടില്ല. കഴിച്ചില്ലെങ്കിൽ നമ്മൾ സ്ട്രോക്കും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും ഒക്കെ വരാൻ ക്ലോട്ട് വന്നിട്ട്. അപ്പം നമുക്കൊരു ഓപ്പറേഷൻ വല്ലോ വേണ്ടി വന്നാലോ അല്ലെങ്കിൽ ഒരു മുറിവ് വന്ന് ആക്സിഡന്റ് വന്ന് ബ്ലീഡിങ് വന്നാൽ പോലും നമ്മൾ ഈ ബ്ലഡ് തിന്നേഴ്സ് നിർത്തിക്കഴിഞ്ഞാൽ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും പോലെയുള്ളത് അല്ലെങ്കിൽ പൾമണറി എംബോളിസും ഒക്കെ വരാം. അതേസമയത്ത് നിർത്തിയാൽ ബ്ലീഡിങ് വരാം. സോ അതാണ് നമുക്ക് പിന്നെ ഒരു എമർജൻസി സർജറി ബ്ലീഡിങ് വന്ന് മരിക്കാനുള്ള സാധ്യതകളും വരും. അപ്പം നമ്മളിതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ പലപ്പോഴും പേഷ്യൻസ് ഇതിലത്തൊക്കെ ഈ സൈഡ് എഫക്ട്സ് അറിയാതെയാണ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് എടുക്കുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സിന് സൈഡ് എഫക്ട് പറഞ്ഞു കൊടുത്താലും ആർക്കും മനസ്സിലാകില്ല, പറഞ്ഞാലും ആർക്കും ഇതൊന്നും മനസ്സിലാകില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും ഈ ബ്ലോക്കറിലും ഈ ബ്ലഡ് തിന്നേഴ്സും ഒക്കെ കഴിക്കുമ്പോൾ അസിഡിറ്റി ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നിർത്താൻ പറ്റാതെ വരും. പലർക്കും ഇത്തരം മരുന്നുകൾ നമുക്ക് ലോങ് ടൈം ടോളറേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കും. പക്ഷേ ഇതൊക്കെ മറ്റേ സ്റ്റെന്റൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റും. പക്ഷേ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റാതെ വരും. ലൈഫ് ലോങ് എടുത്തേ പറ്റുള്ളൂ. പിന്നെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ പേസ് മേക്കർ എടുത്ത് മാറ്റാൻ പറ്റില്ല. അതിന്റെ ലീഡൊക്കെ ഹാർട്ടിനകത്തേക്കാണ് കിടക്കുന്നത്. അതിനെ എടുത്ത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ലൈഫ് ലോങ് എടുത്തേ പറ്റുള്ളൂ. നമ്മുടെ സിമ്പിൾ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തുടക്കം തന്നെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഇതിൻ്റെയൊക്കെ തുടക്കം ഒബേസിറ്റി വരുമോ അല്ലെങ്കിൽ പ്രഷർ ചെറുതായിട്ട് കൂടി 130-90 എത്തുമോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുമോ, കൊളസ്ട്രോളിനേക്കാളും മോർ ഇമ്പോർട്ടൻറ്റ് ട്രൈഗ്ലിസറൈഡ് ആണ്. ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ ഒരു 150ക്ക് മുകളിൽ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളാണ്. ഫുഡിന്റെ അളവ് കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റും കുറയ്ക്കുക, ഫാറ്റിന്റെ അളവും കുറയ്ക്കുക, പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യാൻ നോക്കുക. തുടക്കത്തിലാണ് സെൽഫ് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ 10-20 വർഷമായിട്ട് ഡയബറ്റീസിനും പ്രഷറിനും എല്ലാം മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തന്നെ മരുന്ന് നിർത്താൻ പറ്റൂല. കാരണം മരുന്ന് കഴിക്കുമ്പം പ്രോപ്പർലി നമുക്ക് ജീവിതശൈലി ക്രമീകരിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുക. അത് വിത്ത് ഒരു മോണിറ്ററിങ്ങോടെ, ഒരു ഫിസിഷ്യന്റെ മോണിറ്ററിങ്ങോടെ ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്ത് എത്ര വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ടൈപ്പ് 2 ഡയബറ്റീസിന്റെ മരുന്നൊക്കെ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്താൻ പറ്റും. ഇതിന്റെ മന്ത് മിക്കവാറും എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റും. പിന്നെ ഉള്ളി തിങ് നമ്മൾ ഓൾറെഡി സ്റ്റെൻറ്റ് ഇട്ട് പോയാൽ ഒരു 1 ഇയർ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കണം. പേസ് മേക്കർ ഇട്ട് പോയാൽ അത് ജീവിതകാലം മുഴുവൻ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കണം. ബാക്കിയുള്ള എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 1, ഹൃദ്രോഗം ബേസിക്കലി ഒരു ജീവിതശൈലി രോഗമാണ്. 2, ഹൃദയധമനികളിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകാനും ഹൃദയമിടിപ്പിന്റെ താളം തെറ്റലിനും ഹാർട്ട് അറ്റാക്കിനും ഹൃദയസ്തംഭനത്തിനും ഒക്കെ കാരണം ജീവിതശൈലിയിലെ അപാകതകളും
അതുമൂലം ഉണ്ടാകുന്ന രക്തത്തിലെ അമിത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും ഒക്കെയാണ്. 3. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ അമിതവണ്ണവും അമിത പ്രഷറും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും പ്രമേഹവും ഒക്കെ മാറ്റാനും രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞുണ്ടായ ബ്ലോക്കുകൾ മാറ്റാനും കഴിയുന്നതേ ഉള്ളൂ. 4. വർഷങ്ങളായി പ്രമേഹത്തിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഹൃദ്രോഗത്തിനുമായി മരുന്നുകൾ കഴിക്കുന്നവർക്കും ഹൃദ്രോഗത്തിനായി ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ പേസ് മേക്കറോ വേണമെന്ന് പറഞ്ഞവർക്ക് പോലും ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും കഴിയുന്നതേ ഉള്ളൂ. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ ഹാർട്ട് അറ്റാക്കിന് കാരണമായ പ്രഷറും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും പ്രമേഹവും വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മരുന്നില്ലാതെ നിയന്ത്രിക്കാനാകുന്നതേ ഉള്ളൂ. 5. മരുന്നിന്റെയോ സ്റ്റെന്റിന്റെയോ ബൈപ്പാസ് ഓപ്പറേഷന്റെയോ കുറവ് കൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ മൂലം രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന നാശമാണ്. 6. ഓർമ്മിക്കുക, ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ ഹൃദ്രോഗത്തിനായി കഴിക്കുന്ന 90% മരുന്നുകളും ചെയ്യുന്ന 90% ഓപ്പറേഷനുകളും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്നതും ചേരാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. ഈ രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക രോഗികൾക്കും വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ ഒട്ടുമിക്ക മരുന്നുകളും 1 മാസത്തിനുള്ളിൽ തന്നെ കുറച്ചു കൊണ്ടുവരാനും നിർത്താനും ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും കഴിയുന്നതായാണ് കാണുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ടിലെ ബ്ലോക്ക് കൊണ്ട് ഉള്ള പേഷ്യൻസിന് എന്താണ് ബെനിഫിറ്റ് ഉണ്ടായതെന്ന് നമ്മൾ 1-2 കേസ് പേഷ്യൻസിന്റെ എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കാം. ആദ്യമായിട്ട്, ഇദ്ദേഹം മെയിലാണ്, 172 സെന്റിമീറ്റർ പൊക്കം, 77 കിലോ ആണ് തൂക്കം. അദ്ദേഹത്തിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് പോലെ വരികയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ട്, പ്രഷറുണ്ട്, യൂറിക് ആസിഡ് കൂടുതലാണ്, അതിന് വർഷങ്ങളായിട്ട് മരുന്നെടുക്കുന്നുണ്ട്. ഈ ഹാർട്ടിന്റെ പ്രശ്നം അറിഞ്ഞത് ഈ ഒരാഴ്ചയായിട്ടുള്ളൂ. ഒരാഴ്ച മുമ്പ് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു, ഹോസ്പിറ്റലിൽ പോയി. ആക്ച്വലി 1/8 അപ്പൊ ഹോസ്പിറ്റലിൽ പോയി സ്റ്റെന്റ് ഇട്ടു, 2 സ്റ്റെന്റ് ഇട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ, ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തേക്ക് അറിയാമെന്ന് അദ്ദേഹം 1-ാം തീയതി ഇട്ടു. 10-ാം തീയതി ആയപ്പോഴേക്കും അദ്ദേഹം വന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു 11-ാം തീയതി 12-ാം തീയതി അദ്ദേഹം തുടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഇപ്പം അദ്ദേഹത്തിന് കുറെ അധികം മരുന്നുണ്ട്, ഭയങ്കര ക്ഷീണമാണ്. അതാണ് ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം കുറെ അധികം മരുന്നുണ്ട്. ഇപ്പൊ ഈ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എക്കോസ്പിരിൻ ഉണ്ട്, ആൻസർ, അതായത് ഒരു ട്രെക്കാക്രിലോൾ എന്ന് പറഞ്ഞത് ഒരു 2-3 ഗുളികയുണ്ട് ബ്ലഡ് തിന്നറായിട്ട് തന്നെ. പിന്നെ അസറ്റോർ 8 സ്റ്റാറ്റിൻ 80 മില്ലിഗ്രാം ആണ് കഴിക്കുന്നത്. പിന്നെ മെറ്റപ്രലോൾ ഉണ്ട്, ബീറ്റ ബ്ലോക്കറാണ്. അമലോം ഉണ്ട്, അമലോഡിപ്പിൻ, അസറ്റൈൽ സിസ്റ്റിൻ ആൻഡ് ടോറിൻ, അതാ കിഡ്നി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന. ഫെബുസ്റ്റാറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് ഗൗട്ടിന്റെ ഹിസ്റ്ററി ഉണ്ട്, ചില ഗൗട്ട് ടോഫീസ് ഉണ്ട്. ശരിക്കും ഗൗട്ട് പ്രോബ്ലം ഉള്ള പേഷ്യൻ്റാണ്, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ്. പിന്നെ ഗ്ലൈമിപ്രൈഡ് ഉണ്ട്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഉണ്ട്, പിന്നെ ഡോംപെറിഡം, അത് അസിഡിറ്റിക്ക് വേണ്ടി. അപ്പൊ ഇത്രയധികം മരുന്നുകളുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൊണ്ടും കൂടെ ആയിരിക്കും ഇദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണമുള്ളത്. ഇദ്ദേഹത്തിന്റെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പം ഇതൊക്കെ എടുത്തിട്ടും ഷുഗറിന്റെ ലെവല് 7.1 ഉണ്ട്, HbA1c 7.1 ആണ്. ട്രിപ്പോണിൻ ലെവൽ ഇപ്പോഴും ഹൈ ആണ്, കാരണം 8 ദിവസമായി അറ്റാക്ക് വന്നു, പക്ഷെ അല്പം കുറഞ്ഞു വരുന്നേ ഉള്ളൂ. 386 ആണ് ട്രിപ്പോൺ ലെവല്. അതുപോലെ ഇദ്ദേഹത്തിന്റെ
GFR ലെവൽ 41 ആണ്, അതായത് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഡയബറ്റീസും ഹൈപ്പർടെൻഷനും ഒക്കെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ഇപ്പം നമ്മളുടെ ഡൈ വന്നതുകൊണ്ടുള്ള നെഫ്രോപ്പതി വന്നിരിക്കുന്നതാണ്. പിന്നെ യൂറിക് ആസിഡ് കുറച്ച് 7.3 കുറച്ച് കൂടുതലുണ്ട്. മൈക്രോ ആൽബുമിനും കാണിക്കുന്നുണ്ട്, കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട്. അതിൽ HSCRP 54 ആണ്. ESR ഓൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് CRPയും HSCRPയും CRP 52 HSCRP 54 ESR 70 ഉണ്ട്. അതുപോലെ ഇദ്ദേഹത്തിനാണെങ്കിൽ അയൺ ലെവൽ ലോ ആണ്, ബിലിറൂബിൻ കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ ആണേലും അദ്ദേഹത്തിനും ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ട്, grade 2 ഫാറ്റി ലിവർ ഉണ്ട്, കിഡ്നിയിൽ സ്റ്റോണും, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്. CIMT ടെസ്റ്റിലാണ് ഇൻറ്റിമ മീഡിയ തിക്നെസ് ഒത്തിരി കൂടുതലുണ്ട്, 1.6 1.4. സോ മെനി പ്ലേസസിൽ ഇന്റർണൽ കരോട്ടിഡും റൈറ്റും ലെഫ്റ്റും ഒക്കെ ബ്ലോക്സ് കാണിക്കുന്നുണ്ട്. അതിലും കരോട്ടിഡ് ബൾബിലുണ്ട് 45% നാരോയും. അങ്ങനെ അപ്പം റിയലി അഫക്റ്റഡ് ആണ് അദ്ദേഹം. അപ്പം ഇദ്ദേഹത്തിന് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങും ഇതുപോലെ തന്നെയാണ്. ഇതിൽ ഇൻസുലിൻ ലെവൽ ഹൈ ആണ്, C-പെപ്റ്റൈഡ് ലെവൽ 13 ഉണ്ട്, ഇറ്റ്സ് വെരി ഹൈ. 5 താഴെ നിൽക്കേണ്ട. C-പെപ്റ്റൈഡ് ആണ് നമ്മുടെ ഡയബറ്റീസിന് വേണ്ടിയിട്ട് നോക്കുന്ന ഒരു പാരാമീറ്റർ. അതുപോലെ അതേസമയത്ത് കൊളസ്ട്രോളും ഒക്കെ ഇത്രയും വെരി ഹൈ ഡോസിൽ സ്റ്റാറ്റിൻ എടുക്കുന്നതുകൊണ്ടാണ് നോർമലാണ്. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞിട്ട് വന്ന ചേഞ്ച് എന്നുള്ളതാണ്. HbA1c സെക്കൻഡ് ടൈം, അതായത് 8th ഡേ ആയപ്പോഴേക്ക് 6.7 കുറഞ്ഞു, 15th ഡേ ആയപ്പോഴേക്കും 6.3 വന്നു, 30th ഡേ ആയപ്പോഴേക്കും 5.8 എത്തി, 60th ഡേ ആയപ്പോഴേക്കും 5.1 HbA1c എത്തി. നേരത്തെ ഡയബറ്റീസുകാരൻ ഈ ഡയബറ്റീസ് ആണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഇതെല്ലാം നോർമലിലേക്ക് വന്നു. വിത്തൗട്ട് മെഡിക്കേഷൻ, ഇൻസുലിനും മെഡിസിനും എടുത്തുകൊണ്ടിരുന്ന ആളാണ് HbA1c 5.1 വന്നു വിതിൻ 60 ഡേയ്സ്. പിന്നെ കൊളസ്ട്രോള് ഇതെല്ലാം മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്നു വിതിൻ 30 ഡേയ്സ് ആയപ്പോഴേക്കും എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് നിർത്തി, എക്സെപ്റ്റ് ഈ ബ്ലഡ് തിന്നേഴ്സ് നമ്മൾ കുറയ്ക്കുകയില്ല. കാരണം ഇതിപ്പോൾ സ്റ്റെൻഡ് ഇട്ടതേ ഉള്ളൂ, അത് റെഗുലറായിട്ട് കഴിക്കണമെന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തിന് ഞാനൊരു പ്രത്യേകതയും കൂടെ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ട്രോപ്പോൺ ലെവലൊക്കെ കൂടിയിരിക്കുക ഇമ്മീഡിയറ്റ് അറ്റാക്ക് കഴിഞ്ഞ പേഷ്യൻ്റാണ്. പക്ഷെ ഇദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാനും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ജനറലി അതാണ്, മുറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരോടും വർക്കൊക്കെ ചെയ്തോളാൻ പറഞ്ഞു വിടും. പക്ഷെ ഇദ്ദേഹത്തിനൊക്കെ ശരിക്കും ഒരു അനദർ അറ്റാക്ക് വരാം, ബിക്കോസ് ട്രോപ്പോൺ ലെവൽ പോലും നോർമലല്ല. അപ്പൊ നമ്മൾ ക്ലിനിക്കിൽ, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് കാർഡിയോളജിസ്റ്റ് പറഞ്ഞത് എന്ത് വേണമെങ്കിൽ ചെയ്തോ, ജോലിക്കൊക്കെ പൊക്കോളാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ അടുത്ത് ക്ലിനിക്കലി സപ്പോർട്ട് ലിസ്റ്റൽ കറക്ഷൻ എടുക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ പാരാമീറ്റേഴ്സും നോർമലായി, മരുന്നില്ലാതെ യൂഷ്വലി കറക്റ്റായിട്ട് പേഷ്യൻസ് നോക്കുവാണെങ്കിൽ മിക്കവാറും എല്ലാ പാരാമീറ്റേഴ്സും വിതിൻ 30 ഡേയ്സ് മേജർ ആയിട്ടുണ്ട്. അതായത് ഈ ട്രോപ്പോണിൻ ലെവല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലിലേക്ക്, ഷുഗർ ഇതൊക്കെ നോർമലിലേക്ക് വരും, BP ഒക്കെ നോർമലി വന്നിട്ട് മാത്രം മൈൽഡായിട്ട് ആക്ടിവിറ്റി തുടങ്ങുക എന്നുള്ളതാണ്. എനിവേ 60th ഡേ ആയപ്പോഴേക്കും GFR നോർമലെത്തി, എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് എന്നുള്ളതാണ്. അപ്പം അതാണ് ഇതിനകത്ത് വ്യത്യാസം. മറ്റതാണെങ്കിൽ നമ്മൾ മരുന്നുകൾ ഈവൻ അദ്ദേഹം ഹൈപ്പർ യൂറിസീമിയ, ഈ യൂറിക് ആസിഡ് കൂടുതലുള്ള, ഈവൻ ആദ്യം യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ അതുപോലെ 90 ഡേയ്സ് ആയപ്പോഴേക്കും നോർമലായെന്നുള്ളതാണ് വിത്തൗട്ട് മെഡിക്കേഷൻ. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. പക്ഷെ ഈ എക്കോസ്പിരിനും 3 ഗുളികയും അതിൻ്റെ കൂടെ അത് കഴിക്കുന്നവർ ഈ അസിഡിറ്റിക്കുള്ള മരുന്നോടെ കഴിക്കണം. അങ്ങനെ 4 ഗുളിക അദ്ദേഹം 1 ഇയർ വരെ എടുത്താലേ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം മാറി. ഇവൻ അതിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും വെയിറ്റിൻ്റെ ചേഞ്ചും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം 76 kg ആയിരുന്നു തുടക്കം, അത് 66 വന്നു 2 months കൊണ്ട് തന്നെ. അപ്പം അതും കൂടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. 3rd month ഇപ്പൊ ഇദ്ദേഹത്തിന് ഹൈറ്റ് 171 ആണ്. ഐഡിയലി ഇദ്ദേഹം 60 kg നിർത്തേണ്ടത്, മാക്സിമം ആകാവുന്ന 67. അദ്ദേഹം ഇപ്പോൾ 90 ഡേയ്സ് ആയപ്പോഴേക്കും 66 വന്നു. ഇനി പ്രിഫറബിളി അത് 60 മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അടുത്തതായി ഈ ചികിത്സാ രീതിയുടെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് എന്ന് നോക്കാം. ക്ലിനിക്കൽ സൂപ്പർവിഷനോടെയും സപ്പോർട്ടോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും ശരീരത്തെ പുതുക്കിപ്പണിത് ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിൽ അടിഞ്ഞ വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3.
ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിൽ എത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ടും മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ച് മാറ്റുന്നതിനും ഉണ്ടെന്നിരുന്നു. ഒരു പ്രധാന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നാം കഴിക്കുന്ന മരുന്നുകൾ എല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല വരാൻ പോകുന്ന തലമുറകളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല, അതിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ്. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെയും വിവിധ മോഡേൺ മെഡിസിൻ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനലിലെ മറ്റു വീഡിയോകൾ ലഭ്യമാണ്. താങ്ക് യു.